ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ബട്ടറിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിവിടെ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ, ബ്രെഡിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉണ്ടാക്കാനുള്ളത്. അതാ ഞാനിവിടെ ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, പശുവിൻ പാൽ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ആയിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് വരട്ടെ, ഈ പാലിലേക്ക് ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പഞ്ചസാര ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഉരുകി വരാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. മൈദപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി വെള്ള കളറൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ മൈദ എടുത്തേക്കുന്നത്. നമ്മൾ ഇത് മാക്സിമം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ടൊക്കെ കട്ട ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാക്സിമം നമുക്ക് കയ്യിൽ നിന്ന് അത്രയും കട്ടയൊക്കെ ഒന്ന് ഒടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ആ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ, കാരണം നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടി കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നും ഇവിടെ ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതാണ് കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ നോർമൽ പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കായ്പ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും പാലും കോഴിമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബ്രെഡ് വഴറ്റിയെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബ്രെഡൊക്കെ വാട്ടാറുണ്ട്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ സ്ക്വയർ ആയിട്ടുള്ള ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, നല്ല ഷേപ്പൊക്കെ ഉള്ള, എങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഷേപ്പിന് വ്യത്യാസമുണ്ട്, എങ്കിലും ഇതാണെങ്കിലും മതി. നമ്മൾ ഈ ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡൊക്കെ വാട്ടുമ്പോൾ ഒത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം ബ്രെഡ് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ തന്നെ മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിമുട്ട മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതാ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് 2 സൈഡും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ, 1 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയും സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസും ഇതേപോലെ നന്നായിട്ടൊന്ന് 2 സൈഡും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വൈറ്റ് സോസ് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ നടുവിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ സോസിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന പട്ട ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് മാറ്റുക, കാരണം നമ്മൾ കടിക്കുന്ന ടൈമിൽ അത് കടിക്കുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ സൈഡിലേക്കും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തിക്കിലൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പുരട്ടി കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് അതേപോലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ സ്ലൈസ് ആകുമ്പോൾ ഒന്നും കൂടി കഴിക്കാനൊക്കെ ടേസ്റ്റ് ചെയ്യും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇതിൻ്റെ അകത്ത് ആ മിക്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ, സ്നാക്കായിട്ടും ഒക്കെ കൊടുത്തു വിടാം. ഭയങ്കര സിമ്പിളും ആണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ ഇതേപോലെ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഒന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്.
താങ്ക് യു.